ഹലോ മൈ ഫ്രണ്ട്സ്, ലെസ് ബ്യൂട്ടി ടിപ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ക്രീമായിട്ടാണ് വന്നിരിക്കുന്നത്. ആർക്ക് വേണ്ടിയാണെന്നോ? ഒരു 60+ ഉള്ളവർക്ക്, ഒരു 70+ ഉള്ളവർക്ക്, 80+ ഉള്ളവർക്ക് എല്ലാം ഉപയോഗിക്കാവുന്ന ഒരു ക്രീമാണ് കേട്ടോ. അപ്പോൾ ഒരു 60+ എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ സ്കിൻ അങ്ങ് വല്ലാണ്ട് ഡ്രൈ ആവുക അല്ലേ. സ്കിൻ ഡ്രൈ ആയി കഴിയുമ്പോഴുള്ള പ്രോബ്ലം ഈ റിങ്കിൾസും ചുളിവുകളും ഫൈൻ ലൈൻസും ഇതെല്ലാം വിസിബിളാവും. അപ്പം നമ്മുടെ സ്കിൻ ഡ്രൈ ആവാതെ, അതായത് സ്കിന്നിൽ ആ മോയ്സ്ചറൈസർ നിലനിർത്തിയാൽ കുറേയൊക്കെ നമുക്ക് ഇതിനെ ഒന്ന് മറയ്ക്കാൻ സാധിക്കും. ഏതിനെ? ഈ ചുളിവുകളും ഫൈൻ ലൈൻസിനെയൊക്കെ മറയ്ക്കാൻ ഏറ്റവും നല്ലത് സ്കിന്നിലെ ഈർപ്പം നിലനിർത്തുക, ജലാംശം നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ പ്രത്യേകിച്ച് 60+ അല്ലെങ്കിൽ 70+ ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു പ്രോബ്ലം വളരെ കൂടുതലാണ്. കാരണം അവരുടെ സ്കിന്നിൻ്റെ എല്ലാ അതിൻ്റെ സെൽസ് പുതിയത് വരുന്നതും അതുപോലെ കോലാജൻ്റെ ഉൽപ്പാദനവും ഇല്ല, ഇതെല്ലാം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ടും അതുപോലെ നമ്മുടെ സ്കിന്നിലെ ജലാംശം നിലനിർത്തുന്നതിനും ആവശ്യമായ 2-3 ഇൻഗ്രീഡിയൻസ് ഇട്ടാണ് ഞാൻ ഈ ക്രീം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് ഏറ്റവും ആവശ്യം എന്താണോ? വാസ്ലൈനാണ്. ഈ വാസ്ലൈൻ എന്ന് പറയുമ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഏത് വാസ്ലൈനാണ്. സാധാരണ നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാസ്ലൈൻ തന്നെ മതി, അല്ലാണ്ട് വേറെ അതിന് പ്രത്യേകിച്ചൊന്നും വേറെ വാസ്ലൈനൊന്നും അന്വേഷിച്ച് പോകണ്ട കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞളാണ്, വാസ്ലിനും മഞ്ഞൾ. പിന്നെ അടുത്തത് വേണ്ടത് അലോവേറ ജെല്ലാണ്, പിന്നെ കോക്കനട്ട് ഓയിൽ. ഇത്രയും ഐറ്റമാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ വാസ്ലിൻ നമുക്ക് 1 സ്പൂൺ എടുക്കാം. അതിലേക്ക് 1 സ്പൂൺ അലോവേറ ജെല്ല് മിക്സ് ചെയ്യണം, നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അലോവേറ ജെല്ല് വീട്ടിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അതെല്ലാം നിങ്ങൾ വാങ്ങുന്നതാണെങ്കിലും ഓക്കെ. അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ നല്ല മഞ്ഞൾപ്പൊടി, നല്ല ഫ്രഷ് മഞ്ഞൾപ്പൊടി, ഓർഗാനിക് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിലേക്ക് നമുക്ക് 1/2 സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മുഖത്തും കഴുത്തിലും കൈകളിലും എവിടെയെല്ലാം നമ്മൾ എക്സ്പോസ് ആവുന്ന അവിടെ എല്ലാം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാം. ഏതെങ്കിലും നിങ്ങൾ കുളിക്കുന്നതിന് മുന്നോ കുളി കഴിഞ്ഞ് നമുക്ക് അപ്ലൈ ചെയ്യാം. അത് കഴുകിക്കളയണം കേട്ടോ, മഞ്ഞളൊക്കെ ഉള്ളതാണ്, അതുകൊണ്ട് കഴുകിക്കളയാം. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ മതി, അപ്പോൾ കഴുകിക്കളയാം. ഇതിങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഗുണം, ഈ റിങ്കിൾസ് ഫൈൻ ലൈൻസ് ഒക്കെ നമുക്ക് അതിനെ ഒന്ന് ഫെയ്ഡ് ആവുന്നതിനും അതോടൊപ്പം തന്നെ അതൊന്ന് എടുത്ത് കാണിക്കുന്ന അതൊന്ന് മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ സ്കിന്ന്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സ്കിൻ ഡ്രൈ ആവാതെ ഇരിക്കുക, അതാണ് ഈ പ്രായത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതിന് വേണ്ടി ആഹാരം കഴിക്കുക, ഉറക്കം നന്നായിട്ട് ഉറങ്ങുക, എക്സസൈസ് ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, ഇതെല്ലാമാണ് സൺറൈസിൽ നിന്ന് കഴിയുന്നതും നമ്മൾ UV റൈസ് തട്ടാതെ നോക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ വീട്ടിലിരുന്നാലും ഈ പ്രായക്കാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. പുറത്തു പോകുന്നവർ മാത്രമല്ല, ഈ പ്രായത്തിൽ വീട്ടിലിരിക്കുന്നവർക്കും ഇതെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമായ പോഷകങ്ങളും അതുപോലെ മിനറൽസും വൈറ്റമിൻസും എൻസൈംസും ഒക്കെ അടങ്ങിയ അതാണ് ഞാൻ ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും. അപ്പോൾ ഓരോന്ന് എടുത്ത് പറയട്ടെ. വാസ്ലിൻ എന്ന് പറയുമ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് നമ്മുടെ സ്കിന്ന് നല്ല ജലാംശം നിലനിർത്തും. അതൊരു ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ ഒരു തടയിടുന്ന ഒരു കഴിവ് വാസ്ലൈനുണ്ട് കേട്ടോ. അതാണ് നമ്മൾ വാസ്ലൈൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് സ്കിന്ന് നല്ല സ്മൂത്താവും. നല്ല സ്മൂത്താവുമ്പോൾ ഉള്ള ഗുണം ഈ പാടുകളും അതുപോലെ തന്നെ വരകളും ഒക്കെ നമുക്ക് മിനിമൈസ് ചെയ്യും. അത് നമുക്ക് കാണാതെ മറയ്ക്കാം, അതാണ് അതിൻ്റെ വാക്ക്, മറയ്ക്കാൻ സാധിക്കും. ഇതാണ് നമ്മൾ വാസ്ലിൻ എടുത്തിരിക്കുന്നത്. പിന്നെ വിണ്ട് കീറുന്നത് തടയുന്നതിനും എല്ലാത്തിനും വാസ്ലിൻ നമുക്ക് ഗുണം ചെയ്യും കേട്ടോ. പിന്നെ അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്നത് അലോവേറ ജെല്ലാണ്. അലോവേറ ജെല്ല് നല്ല ഒന്നും ചേർക്കാത്തത് നമുക്ക് വാങ്ങാൻ കിട്ടും. അലോവേറ ജെല്ലെന്ന് പറയുമ്പോൾ എന്താ പറയുക, ഒത്തിരി എൻസൈംസും മിനറൽസും വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ ACE തുടങ്ങി B12 തുടങ്ങി ഇതെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. മിനറൽസ് പൊട്ടാസ്യം,
മാഗ്നീഷ്യം, മാഗ്നീസും തുടങ്ങിയതൊക്കെ നമ്മുടെ സ്കിന്നിൻ്റെ പോഷണത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. പിന്നെ നല്ല യു വി റേസിന് ഇത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ യു വി റേസിനെ തടഞ്ഞു നിർത്തുന്നതിനും യു വി റേസിനെ നിന്നുള്ള ഡാമേജസിന് കേട്ടോ. പിന്നെ പുതിയ സെൽസ്, പഴയ സെൽസൊക്കെ പോയി പുതിയ സെൽസ് വരുന്നതിനും എല്ലാത്തിനും അലോവേറ ജെല്ല് നല്ല ഒന്നാന്തരം പിന്നെ ഇൻഗ്രീഡിയൻ്റാണ്. പിന്നെ കോലാജൻ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടും, സ്കിന്ന് തൂങ്ങുന്നത് ഒക്കെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇതിനെല്ലാത്തിനും വേണ്ടിയാണ് നമ്മൾ ഈ അലോവേറ ജെല്ല് ഈ വാസ്ലിനിൽ മിക്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത് മഞ്ഞളാണ്. മഞ്ഞളെന്ന് പറയുമ്പോൾ ഈ പ്രായത്തിൽ നമുക്ക് ഒത്തിരി പിന്നെ ചൊറിച്ചിലുണ്ടാവും ചിലവർക്ക്. അതുപോലെ തന്നെ പിന്നെ ഡ്രൈ ആയി കഴിയുമ്പോൾ ഉള്ള ഒരു എന്താ പറയുക, അത് തന്നെ ഇച്ചിങ്, അത് തന്നെ. അപ്പോൾ അതൊക്കെ മാറുന്നതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ്, ആൻറ്റി ബാക്ടീരിയലാണ്. പിന്നെ അതിലെല്ലാത്തിലും ഉപരി ഇതിലടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ സ്കിൻ ബ്രൈറ്റ് ആവുന്നതിനും കറുത്ത പാടുകൾ പോകുന്നതിനും പിന്നെ പിഗ്മെൻറ്റേഷൻ പോകുന്നതിനും എല്ലാത്തിനും ഇത് നല്ലതാണ്. കോലാജൻ ബൂസ്റ്റ് ചെയ്യുന്നതിനും ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ധാരാളം ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി 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 ഗുണങ്ങൾ മഞ്ഞളിനുണ്ട്. മഞ്ഞളിൻ്റെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരൂല കേട്ടോ. മഞ്ഞളിൻ്റെ തന്നെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ കാണണം. അപ്പോൾ നമുക്കറിയാം മഞ്ഞളിൻ്റെ ഗുണങ്ങൾ. നമ്മൾ ഉണക്കി പൊടിച്ചെടുക്കണ മഞ്ഞളായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പിന്നെ നമ്മൾ ഇതിൽ എടുത്തിരിക്കുന്നത് എന്താ, കോക്കനട്ട് ഓയിൽ അല്ലേ. ഇതിലുള്ള കോക്കനട്ട് ഓയിൽ അതുപോലെ തന്നെ നല്ല ഒന്നാന്തരം മോയ്സ്ചറൈസറാണ്. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ലെനോളിക് ആസിഡും ഓലിക് ആസിഡും ഒക്കെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. കോളേജനെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ നമ്മുടെ വെളിച്ചെണ്ണയ്ക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ വാർദ്ധക്യ ലക്ഷണങ്ങളെ നമുക്ക് മറച്ചു പിടിക്കാം, വന്നത് കുറയും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ ക്രീം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി തരുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി വെക്കണം. നിങ്ങൾ എപ്പോഴാണ് സൗകര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്ലൈ ചെയ്ത് അരമണിക്കൂർ കഴിയുമ്പോൾ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ പോസ്റ്റ്. അപ്പോൾ എല്ലാവരും ഓണമൊക്കെ സന്തോഷമായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ കൊച്ചുമക്കളൊക്കെ 2 ആഴ്ച കൊണ്ട് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് കറക്റ്റായിട്ട് ഇടാനും പറ്റിയില്ല. അല്ലെങ്കിൽ ആഴ്ചയിൽ എങ്ങനെയായാലും 2 എണ്ണം ഞാൻ ഇടുന്നതാണ്. പിള്ളേരുള്ളതിനും കൊണ്ട് എനിക്കും സമയം കിട്ടിയില്ല. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇനി കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ലൈക്ക് ചെയ്യണേ, മറക്കല്ലേ. ലൈക്ക് ചെയ്താലാണ് അടുത്ത എൻ്റെ വീഡിയോ കാണാൻ പറ്റുള്ളൂ. ഓക്കെ എന്നാൽ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.